ഇന്ന് നമ്മൾ വളരെ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. അതിനകത്ത് ഇതാണ് നമ്മുടെ മെയിൻ താരം. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഫുൾ വീഡിയോ വരുന്നത്. നമ്മുടെ ഒരു ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഈ സാധനവും വരുന്നുണ്ട്. ഇത് നമ്മുടെ DJ മൈക്ക് മിനിയാണ്. അതുപോലെ ഇത് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2, അതാണ് നമ്മുടെ ഈ ഒരു മൈക്ക് വരുന്നത്. ഇത് രണ്ടിൻ്റെയും നമ്മുടെ ഒരു ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇത് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്തായാലും കൂടുതൽ പറഞ്ഞു കിട്ടുന്നില്ല. നമുക്ക് എന്തായാലും ആദ്യം ഇത് അൺബോക്സ് ചെയ്യാം. നമ്മുടെ ഈ ഒരു DJൻ്റെ മൈക്ക് മിനി അൺബോക്സ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് നമ്മളൊരു ചെറിയൊരു പ്രൊഡക്റ്റാണ്. ചെറിയൊരു പ്രൊഡക്റ്റിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 10 ഗ്രാം ചെറിയൊരു 10 ഗ്രാമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അതുപോലെ ഹൈ ക്വാളിറ്റി ഓഡിയോസ് നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ. ബാക്കിലായിട്ട് അതുപോലെ ഇതിനകത്ത് എന്തൊക്കെ വരുന്നുള്ളതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ക്ലിംസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ DJൻ്റെ അതിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് എന്തായാലും ഇതിൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ ചെറിയൊരു പുൾ സ്ട്രിപ്പ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പുൾ സ്ട്രിപ്പാണ് വരുന്നത്. ഇത് പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ മെയിൻ സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഇതിനകത്താണ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് വേറെ എന്ത് വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ യൂസർ സെറ്റപ്പ് കാര്യങ്ങളുടെയൊക്കെ ആയിരിക്കും. അത് നമ്മൾ അതേപോലെ അതിനകത്തോട്ട് വെച്ചിട്ട് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ഈ ഒരു മൈക്ക് നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്തു. ഇനി എന്തായാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഇതേപോലെ ജസ്റ്റ് ഈ ഒരു കവറൊക്കെ ആണെങ്കിൽ ഇത് കൊള്ളാട്ടോ. ഇത് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കിട്ടുന്നത് നിങ്ങൾ ഇതേപോലെ ഇത് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഒരു പൗച്ചിൻ്റെ അകത്താണ് നമ്മുടെ ഈ സംഭവം വരുന്നത്. നല്ല അടിപൊളി ഡീസൻ്റ് എന്നല്ല, നല്ല അടിപൊളി ഒരു പൗച്ചാണിത്. DJൻ്റെ ഒരു ചെറിയൊരു റൈറ്റിംഗ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്കിത് കൊളുത്തിടാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കിടുക്കൻ ചെറിയ പൗച്ച്. നല്ല ക്ലോത്തും അതുപോലെ നല്ലൊരു ഇതിനകത്ത് വേറെ എന്തുണ്ടെന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വരുന്നത് മറ്റേ വിൻ ബ്ലാസ്റ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇതേപോലെ നമുക്ക് 2 വിൻ ബ്ലാസ്റ്റർ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു USB Type A to Type Cൻ്റെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ മെയിൻ സാധനം ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ഒരു മൈക്ക് വരുന്നത്. ഇതിന് റിസീവർ കാര്യങ്ങളൊന്നും വരുന്നില്ല. റിസീവർ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ വാങ്ങണം. ഇതിൻ്റെ വിലയും അത്രേ ഉള്ളൂ, ചെറിയ 20-25. അപ്പോൾ $1 അകത്ത് നമുക്ക് വരുന്നുള്ളൂ. നാട്ടിലാണെങ്കിൽ നമുക്കൊരു 2000 രൂപയിൽ താഴെ നമുക്ക് ഈ ഒരു മൈക്കിന് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ചാർജിങ് ഡോക്ക് വരുന്നത്. നമുക്കിതൊക്കെ എന്തായാലും അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ വരുന്നില്ല. ഇതിൻ്റെ ബാഗിൻ്റെ അകമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു ക്യാബിൻ തിരിച്ച പോലെ ഒരു സെറ്റപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ബാഗിൻ്റെ അകമൊക്കെ വരുന്നത്. നല്ല അടിപൊളി. എനിക്ക് എന്തായാലും ഇതിൻ്റെ ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആണെങ്കിലും DJൻ്റെ ഏത് പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും ഈ ബാഗ് നല്ല അടിപൊളി ബാഗാട്ടോ. നമ്മുടെ ഡ്രോണിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അൺബോക്സിങ് കണ്ടു നോക്കാം. അതിൻ്റെ ബാഗാണെങ്കിലും അടിപൊളി ഒരു ബാഗാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. നമുക്ക് ഈ ബാഗ് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു അവസാനം എടുത്ത ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്തായാലും ആദ്യം അൺബോക്സ് ചെയ്യാം. നമുക്ക് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാർജിങ് ഡോക്കാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ചാർജിങ് ഡോക്ക് വരുന്നത്. അതിനകത്ത് USB Type Cൻ്റെ ഒരു കേബിൾ കുത്താനുള്ള ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു വിൻ ബ്ലാസ്റ്റർ വരുന്നുണ്ട്. ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ബ്ലാക്ക് ഒരെണ്ണം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗ്രേ ഫിനിഷുള്ളൊരു സാധനം വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് വരുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു സാധനം നമ്മൾ അതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്കിത് നിർത്തുന്നത്. ഇത് രണ്ടും എന്തായാലും എടുത്തു വെക്കാം. ഇനി ഇതാണ് നമ്മുടെ മെയിൻ സാധനം. നമ്മുടെ മൈക്ക് വരുന്നത് വളരെ ടൈനി ആയിട്ടുള്ള ചെറിയൊരു മൈക്കാണ് വരുന്നത്. നമുക്കിതെന്തായാലും
എടുക്കാം. ഇത് അൺബോക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. തലതിരിച്ചാണ് പിടിച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ DJൻ്റെ മൈക്ക് വരുന്നത്. ഈ മൈക്കിൻ്റെ നമുക്ക് ഈ ഒരു മേളിലായിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ആ ഒരു വിൻ ബ്ലാസ്റ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു മാഗ്നറ്റിക് നമുക്കിത് അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കിതിങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ മാഗ്നറ്റും ഇതുമായിട്ട് നമുക്ക് ഇതേപോലെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. നല്ല പവർഫുൾ മാഗ്നറ്റാണ്. അതല്ലെങ്കിൽ നമുക്കിതാ ഇത് യൂസ് ചെയ്ത് നമുക്ക് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാനും പറ്റും. മാഗ്നറ്റ് അല്ലാണ്ടാണെങ്കിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാനും പറ്റും. ഇവിടെയായിട്ട് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ്റെ അതുപോലെ പവർ ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നോയിസ് ക്യാൻസലേഷൻ്റെ ബട്ടൺ വരുന്നുണ്ട്, അതുപോലെ താഴെയായിട്ട് അതിൻ്റെ പവർ ബട്ടൺ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ഡോക്കിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഡോക്കിനകത്ത് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഒരു ചെറിയൊരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റും കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സിലാണ് നമുക്കിത് ഇങ്ങനെ കണ്ടോ, ഇത് കൃത്യമായിട്ട് നമുക്കിങ്ങനെ ചാർജിങ്ങിലേക്ക് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് വരുന്നത്. സംഭവം കൊള്ളാം, ചെറിയ സാധനമാണ്, ഹാൻഡിയാണ്. നമുക്ക് ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്നും കൂടെ നമുക്ക് നോക്കാം. അതുപോലെ ഈ ഒരു മാഗ്നറ്റൊക്കെ നമുക്ക് വെച്ച് നമുക്ക് ജസ്റ്റ് എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ ഇത് ഓൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു സൈഡിലൊരു ബട്ടൺ വരുന്നുണ്ട്. ഇത് നമ്മൾ പ്രസ് ചെയ്യാൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓൺ ചെയ്യാൻ പറ്റും. ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നമുക്കൊരു ഗ്രീൻ ലൈറ്റ് കത്തുന്ന കാണാൻ പറ്റും. ഈ ഗ്രീൻ ലൈറ്റ് കത്തി കഴിയുമ്പോൾ നമുക്കിത് ഓൺ ആയിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓഫാക്കാനും പറ്റും. ഓഫാക്കി കഴിയുമ്പോൾ ആ ഒരു ഗ്രീൻ ലൈറ്റ് ഇപ്പം നിന്നിട്ടുണ്ട്. വീണ്ടും നമ്മളിത് പ്രസ് ചെയ്ത് ഓൺ ആക്കുകയാണ്. നമുക്ക് ഈ ഒരു മൈക്ക് എന്തായാലും നമുക്ക് നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3 ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2 ആണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഇതേപോലെ മൈക്ക് വരുന്നുണ്ട്, അതുപോലെ ട്രാൻസ്മിറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ചാർജിങ്ങിൻ്റെ ആ ഒരു പെട്ടി വരുന്നത്. ഇതിനകത്താണ് നമ്മുടെ ചാർജിങ് പരിപാടികളൊക്കെ നടക്കും. നമ്മൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എത്ര നേരം വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ സാധനം. നമുക്ക് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു DJൻ്റെ പ്രൊഡക്റ്റായിട്ട് കുറച്ചും കൂടെ കോമ്പാക്റ്റബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു മിനി വരുന്നത്. നമുക്കിതെന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഞാനൊന്ന് നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3 ആയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ സിഗ്നേച്ചർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഈ ഒരു മൈക്ക് മിനി വെച്ചാണ്. മൈക്ക് മിനി നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ നമുക്കിത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക. ഞാൻ ഇതിൻ്റെ എഡിറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ റോ ആയിട്ടുള്ള ആ ഒരു വോയിസ് ആയിരിക്കും നമ്മൾ ഇടുന്നത്. ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. ഷർട്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ആ ഒരു നമ്മുടെ ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2ൻ്റെ ഇത് വരുന്നത്. ഇതാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു മാഗ്നറ്റിക് ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഷർട്ടിലൊക്കെ വെക്കാൻ പറ്റും. ഏകദേശം ഒരേ സൈസ് ഞാൻ നിങ്ങളെ കുറച്ചും കൂടെ വേണമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്ത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. ഇത് കുറച്ചും കൂടെ ഒന്ന് ചെറുതാണ്. ഇത് വരുമ്പോഴത്തേനും ഒരു ഇച്ചിരി വലുതാണ്, അത്രയേ ഉള്ളൂ. ഭയങ്കര വലിപ്പത്തിൻ്റെ വ്യത്യാസം നമുക്ക് ഇതിനകത്തോട് വരുന്നില്ല. ഇത് കുറച്ചും കൂടെ വെയിറ്റ് നമുക്ക് ഇതിനകത്ത് കുറവുണ്ട്. കാരണം ഇതിൻ്റെ മീൻസ് ഒബ്വിയസ്ലി ഇതിൻ്റെ ഒരു നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണ്. കാരണം നമുക്ക് ഈ ഒരു പെട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഈ പെട്ടിക്കകത്ത് നമുക്ക് അത്യാവശ്യം നല്ല ചാർജ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിന് ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. അതേ സമയത്ത് ഇതിന് നമുക്ക് അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടും. ഇതിന് നമുക്ക് ഏകദേശം 8 മണിക്കൂറോളം നമുക്ക് ഇതിന് ബാക്കപ്പ് കിട്ടുമെന്നാണ് DJ പറയുന്നത്. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ചെറിയൊരു കമ്പാരിസൺ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ, നിങ്ങൾക്കിത് കാണാവുന്ന ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ റെക്കോർഡിങ് ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ നമുക്ക് ഇതിനകത്ത് പറ്റും. നമ്മളിപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വീഡിയോ കട്ടാവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും.
നമ്മുടെ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സാധനം ഓണാവും. ഓണായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഓണാകുമ്പോൾ തന്നെ നിങ്ങൾ ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് കാണിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഓസ്മോ പോക്കറ്റ് 3 നമുക്ക് കാണിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ബാക്കി ഇതിൻ്റെ സെറ്റിങ്സൊക്കെ എടുക്കണമെങ്കിൽ ഇതുപോലെ എടുത്തു കഴിയുമ്പോൾ സെറ്റിങ്സിൽ പോയാൽ വയർലെസ് മൈക്കിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്കിൻ്റെ നമുക്ക് ആ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വോളിയം എത്രയാണ്, മോണിറ്ററിങ്, LED ഓൺ ഓഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിത് ഫോണുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഫോണുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ടത് ജസ്റ്റ് ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ ഒരു ലിങ്കിൻ്റെ ഈ ഒരു ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യണം. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഫോണിനകത്ത് നമ്മുടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് നമുക്ക് DJI മൈക്ക് മിനി എന്നുള്ള ആ ഒരു ഓപ്ഷൻ വരും. നമ്മളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൈക്ക് മിനി നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഇത് കണക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൂ ആ ഒരു ലൈറ്റ് ഭയങ്കര സോളിഡായിട്ട് നമുക്കിങ്ങനെ കത്തും. അത് കണക്റ്റ് ആവുന്നോടം വരെ നമുക്കിതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു DJIൻ്റെ മീമോൻ്റെ ആപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് 2 നമുക്ക് കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3ൻ്റെ നമുക്ക് ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മൈക്ക് മിനി വരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ബാറ്ററീൻ്റെ ആ ഒരു സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ നമുക്ക് ആ ഒരു പവർ ബട്ടൺ ഫോർ നോയ്സ് ക്യാൻസലേഷൻ, നമ്മുടെ ഈ ഒരു പവർ ബട്ടൺ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പവർ ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ ഈ പവർ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഇപ്പുറത്തൊരു ലൈറ്റും കൂടെ കത്തുന്നതാണ്. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഇതിനകത്ത് ഓൺ ആയിട്ടുണ്ട്. നമുക്കത് ഓണും ഓഫും ചെയ്യാനാണ് നമുക്ക് ഈ ഒരു ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വേറെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്കിൻ്റെ LED വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഓഫ് ചെയ്യാൻ പറ്റും. ഓഫ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് പോകുന്ന കാണാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡിവൈസിൻ്റെ ഏത് ഫേംവെയറിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നമുക്കൊരു ഇനീഷ്യലി നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞ നമ്മുടെ ഓട്ടോമാറ്റിക് ടേൺ മീൻസ് നമ്മുടെ ഈ ഒരു സാധനം നമുക്കൊരു 15 മിനിറ്റ്സ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓഫ് ആക്കാനുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മീമോ ആപ്പിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓസ്മോ പോക്കറ്റ് 3 ആയിട്ട് നമ്മളിത് കണക്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ വോയിസ് ക്യാൻസലേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3 വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. നമുക്ക് ഈ ഒരു ഇതിനകത്ത് തന്നെ നമുക്ക് മീമോ ആപ്പിൽ തന്നെ നമ്മുടെ ഈ പോക്കറ്റ് 3 ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സെറ്റിങ്സ് വരും. ആ സെറ്റിങ്സ് വഴി നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ നമുക്ക് സെറ്റിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു സാധനം കൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ഇതിനൊരു ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ ഒരു ഓപ്ഷനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ഓവർ ദ കൗണ്ടർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഓണുമാണ്, ഇത് രണ്ടും കണക്റ്റഡും ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഇപ്പോൾ നമ്മുടെ ആ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വർക്കാവുന്നതായിരിക്കും. നമുക്കത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മുടെ ഫാസ്റ്റായിട്ടും സ്ലോ ആയിട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നമുക്കിത് പരിപാടിയാവും. നമ്മൾ വീണ്ടും നമ്മുടെ DJI മിനീൻ്റെ നമ്മുടെ ആ ഒരു മൈക്ക് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തു. ഇപ്രാവശ്യം നമുക്ക് ഇതിനകത്ത് നമ്മൾ വോയിസ് ക്യാൻസലേഷൻ കൂടെ നമുക്ക് ഇതിനകത്ത് ഓൺ ചെയ്തും ഓഫ് ചെയ്തും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ ഫോണിലൊരു ജസ്റ്റ് ഒരു നോൺ കോപ്പി റൈറ്റ് സോങ് നമുക്കിടാം. നമുക്ക് എന്നിട്ട് ആ ഒരു നോൺ കോപ്പി റൈറ്റ് സോങ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളൊന്നും നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഈ ഒരു നോയ്സ് ക്യാൻസലേഷൻ ഞാൻ എനേബിൾ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ ഓണാണ്. അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മ്യൂസിക്കും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വോയിസ് എങ്ങനെ നിങ്ങൾ പിക്കപ്പ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനകത്തൂടെ നമുക്ക് ശരിക്കും മനസ്സിലാവും. എനിക്കറിയത്തില്ല ഇതിൻ്റെ ഔട്ട് എങ്ങനെയാണെന്ന്. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഇതിൻ്റെ ഒരു ഔട്ട് എങ്ങനെയാണെന്ന് കുറച്ചും കൂടെ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് ഇതിൻ്റെ ഒരു നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു ലെവൽ വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം മോശം വരാൻ ചാൻസ് ഇല്ല. കാരണം ഇത് DJIൻ്റെ ആണ്. DJIൻ്റെ ആയതുകൊണ്ട് തന്നെ, അതുപോലെ ഓസ്മോ പോക്കറ്റ് 3യിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമുക്ക്
വോയിസിൽ അങ്ങനെ വലിയൊരു കുഴപ്പം വരാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. എന്നാലും നമുക്ക് ഇതിൻ്റെ ഔട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ പറയും ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഓസ്മോ പോക്കറ്റ് 3 ആണോ അതോ ഈ ഒരു നമ്മുടെ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 ആണോ ഇതിനകത്ത് ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഒരു ലാർക്ക് M2 വേറെ ലെവലാണ്. അത് വേറൊരു കാര്യം. കാരണം ഇതിൻ്റെ പ്രൈസിങ്ങിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് ചെറിയ പ്രൈസുള്ള ഒരു എന്താ പറയുക ഫ്രാക്ഷൻ, ഇതിൻ്റെ ഒരു 1/3 പ്രൈസ് മാത്രമേ നമുക്ക് ഈ ഒരു സാധനത്തിന് നമുക്ക് വരുന്നുള്ളൂ. 1/3 തന്നെ വരുന്നില്ല. ഇത് നമുക്ക് ഏകദേശം 6,000-7,000 രൂപ നാട്ടിൽ ആ ഒരു റേറ്റ് നമുക്ക് ഈ ഒരു മൈക്കിന് മാത്രം വരുന്നുണ്ട്. ഇത് നമുക്ക് 1,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തായാലും വരുന്നുണ്ട്. പിന്നെ ഹോളി ലാൻഡിൻ്റെ മൈക്ക് അത്യാവശ്യം ലാർക്ക് M2 ഒക്കെ പ്രത്യേകിച്ച് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതാണ്. എല്ലാ ക്രിയേറ്റേഴ്സും നമുക്ക് യൂസ് ചെയ്യുന്നൊരു മൈക്ക് കൂടിയാണ് നമ്മുടെ ഈ ഒരു M2 വരുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൂടുതലും ഇപ്പോൾ പ്രൊമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹോളി ലാൻഡാണ്. DJൻ്റെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ എന്താ പറയുക പ്രൊഫഷണൽ ആയിട്ട് മൈക്കും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലാണ് കൂടുതലും നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു മിനി യൂസ് ചെയ്യുന്നത് കണ്ടിട്ട്. മിനി അല്ല, DJൻ്റെ മൈക്കുകളും ഇതിൻ്റെ തന്നെ പുതിയ വേർഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എക്സ്പെൻസീവ് ആണ്. അതിനകത്ത് കൂടുതൽ ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ അവർ മീൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേനും ഫീച്ചറുകളൊക്കെ ഇച്ചിരി കുറവാണ് മീൻസ് കമ്പയറേറ്റീവ് ടു ദ പുതിയ വേർഷൻ. പക്ഷേ ഇത് സംഭവം കൊള്ളാം. നല്ലൊരു എന്താ പറയുക നല്ലൊരു ബഡ്ജറ്റിൽ നല്ലൊരു ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന ഒരു കിടുക സാധനമാണ് നമ്മുടെ DJ മിനി വരുന്നത്. അതുപോലെ നമുക്കിത് ഫോണുമായിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ഫോണുമായിട്ടല്ല, നമ്മുടെ ഇപ്പോൾ ഓസ്മോ പോക്കറ്റ് 3 ഒക്കെ ആണെങ്കിലും റിസീവർ ഇല്ലാണ്ട് നമുക്കിത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഫോണിലാണെങ്കിലും നമുക്ക് റിസീവർ ഇല്ലാണ്ട് നമുക്കിത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സാധനം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു എന്താ പറയുക ഒരു നല്ലൊരു ബൈ ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ചാർജിങ് ഇതൊക്കെ വളരെ കോമ്പാക്റ്റബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മളിതെന്തായാലും പറ്റുമെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ചെറിയൊരു കമ്പാരിസൺ. ഇതിൻ്റെ അൺബോക്സിങ് നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഏകദേശം ആദ്യത്തെ വീഡിയോ ആയിട്ട് വരും. നമ്മൾ വീഡിയോ തുടങ്ങുന്ന ആ ഒരു സമയത്തുള്ള ഒരു വീഡിയോ ആയിട്ട് വരും അത്. അപ്പോൾ ഇതും ഏതാണ് നിങ്ങളുടെ ബൈ എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.